ഇപ്പോൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ ജയകുമാർ മാധ്യമങ്ങളെ കാണുകയാണ്. ഉയർന്നിരുന്നില്ല. ഇനിയിപ്പോൾ ഇത് ഉപയോഗിച്ച് പോയ നെയ്യ് എങ്ങനെയാണ് കണ്ടുപിടിക്കാൻ പോകുന്നതെന്ന് എനിക്കറിഞ്ഞുകൂടാ. ഏതായാലും ഞങ്ങൾ വാങ്ങുന്നില്ല ഇനിയിപ്പോൾ. അതാണ് ഈ പരിശോധന കൃത്യമായി നടന്നിരുന്നില്ല എന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അതെനിക്ക് പറയാൻ പറ്റില്ല. കാരണം സാമ്പിളാണ് പരിശോധിക്കുന്നത്. എൻ്റെ ക്വാണ്ടിറ്റി പരിശോധിക്കാൻ പറ്റില്ല. ഈ കൊണ്ടുവരുന്ന എല്ലാത്തിൻ്റെയും സാമ്പിൾ പരിശോധിക്കുന്നു. അത് അവരാണ് തീരുമാനിക്കുന്നത്. ഫുഡ് സേഫ്റ്റിയുടെ ലബോറട്ടറി ഉണ്ട് അവിടെ. അവർ പരിശോധിച്ച് ഈ ലോട്ടിൽ നിന്ന് ഇത്ര സാമ്പിൾ എടുക്കുന്നു, ഓക്കെ എന്ന് പറയുന്നു, മുകളിൽ കയറ്റുന്നു. ചിലതൊക്കെ റിജക്റ്റ് ചെയ്യും. ഇപ്പോൾ ഞങ്ങൾ തന്നെ കൊണ്ടുവരുന്ന ചുക്ക് പിന്നെ അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളൊക്കെ റിജക്റ്റ് ചെയ്യാറുണ്ട്. വലിയ ബുദ്ധിമുട്ടുണ്ടാവാറുണ്ട് ചിലപ്പോൾ. മിൽമയുടെ തന്നെ അന്വേഷണ റിപ്പോർട്ടിൽ പറയുന്നത് ഈ ഗുണമേന്മ ഉള്ള നെയ്യ് മറച്ച് വിറ്റ് ഗുണമേന്മ കുറഞ്ഞ നെയ്യ് ശബരിമലയിലേക്ക് കൊണ്ടുപോയി. ഞങ്ങളല്ലല്ലോ അതിൻ്റെ ആൾക്കാർ, അവരല്ലേ കോൺട്രാക്ട്. ഒരു കാര്യമായി ഒരു അന്വേഷണം വേണമെന്ന് ബോർഡ് ആവശ്യപ്പെടും. ഇന്നിപ്പോൾ മാത്രമേ സംസാരിക്കാൻ പറ്റുള്ളൂ. കാരണം മിൽമയുടെ കാര്യത്തിന് ഏതായാലും ഗവൺമെൻറ്റോ മറ്റ് ഏജൻസികളൊക്കെ അന്വേഷിക്കുന്നുണ്ട്. ഞങ്ങൾക്കവിടെ കൊണ്ടുതന്ന നെയ്യ് മോശമാണെങ്കിൽ അതൊരു മോശപ്പെട്ട കാര്യമാണ്. അത് ഉപയോഗിച്ചും പോയല്ലോ. അവിടെ ഇപ്പോൾ നെയ്യ് ബാക്കിയില്ല. ഇനിയിപ്പോൾ ഇത് അരവണയിൽ ഉപയോഗിച്ചിട്ടുണ്ട്, നമ്മൾ വിളക്കെടുക്കാൻ കത്തിക്കാൻ ഉപയോഗിച്ചിട്ടുണ്ട്, പല കാര്യത്തിനും ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പോൾ അതിനെല്ലാം കുറച്ച് ക്രമീകരണങ്ങൾ വന്നിട്ടുണ്ട്. കാരണം ആടിയ ശിഷ്ടം നെയ്യ് വിറ്റതിനകത്ത് കഴിഞ്ഞ പ്രാവശ്യം ക്രമക്കേട് വന്നതുകൊണ്ട് ഇപ്പോൾ അതിൻ്റെ ക്വാണ്ടിറ്റിയുടെ കാര്യത്തിലും ടാങ്കിൻ്റെ മെഷർമെൻറ്റിൻ്റെ കാര്യത്തിലും ഒക്കെ തന്നെ ഇപ്പോൾ അവിടെ കുറേ കൂടെ ക്രമീകരണങ്ങൾ വന്നിട്ടുണ്ട്. ബോർഡിന് ഞങ്ങൾക്ക് എന്ത് വീഴ്ച സംഭവിച്ചു? ഞങ്ങൾ മിൽമ ഏൽപ്പിച്ചു. മിൽമയുടെ ക്വാളിറ്റി ഉറപ്പുവരുത്താൻ ലാബിനെ വെച്ചു. ലാബ് ക്ലിയർ ചെയ്ത് മുകളിൽ കയറി. ഇപ്പോഴാണല്ലോ നമ്മൾ അറിയുന്നത് ഇത് മോശമായിരുന്നു എന്നുള്ളത്. ഏതായാലും ഈ വർഷം ഞങ്ങൾ വാങ്ങുന്നില്ല എന്നുള്ളത് ഇതൊക്കെ വരുന്നതിന് മുമ്പ് തന്നെ തീരുമാനിച്ച് ദൈവഹിതം എന്നേ പറയാനുള്ളൂ. ഭക്തന്മാർ കൊണ്ടുവരുന്ന നെയ്യാണല്ലോ അവിടെ ഉപയോഗിച്ചുകൊണ്ടിരുന്നതും എപ്പോഴും ഉപയോഗിക്കേണ്ടതും. അത് ആവശ്യത്തിനുള്ളത് കൊണ്ടാണ് നമ്മൾ ആടിയ ശിഷ്ടം നെയ്യ് വിൽക്കുകയും കൂടെ ചെയ്യുന്നത്. അപ്പോൾ പിന്നെ വാങ്ങേണ്ട കാര്യം വാസ്തവത്തിൽ ഇല്ല. ഇത് ബോർഡിന്റെ മുകളിലേക്ക് എത്തിക്കാൻ ഒരു ശ്രമം നടക്കുന്നു എന്ന് തോന്നുന്നുണ്ടോ? ഇത് ബോർഡിന്റെ മുകളിലേക്ക് എത്തിക്കാൻ ഒരു നീക്കം നടക്കുന്നു എന്ന് തോന്നുന്നുണ്ടോ? എന്റെ തോന്നൽ അപ്രസക്തം. ഈ ബോർഡ് പ്രസിഡന്റ് എന്തായാലും ഇങ്ങനെ ഒരു 3 ലിറ്റർ നെയ്യ് അവിടെ വരികയാണെങ്കിൽ സ്വാഭാവികമായിട്ടും ആരെങ്കിലും അത് ഇപ്പം പറയാൻ കഴിയില്ല എന്നുള്ളത് ഉറപ്പാണ്. പക്ഷെങ്കിൽ പോലും ഏതെങ്കിലും ഉദ്യോഗസ്ഥൻ അങ്ങനെ ഒരു സഹായം ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് അത് പരിശോധിക്കേണ്ടതല്ലേ? ഇതിപ്പോൾ ഞങ്ങളുടെ മാത്രം വിഷയമല്ല, മിൽമയുമായിട്ട് ബന്ധപ്പെട്ട വിഷയം. മിൽമയുടെ കോൺട്രാക്ടറോ മറ്റോ ആണ് ഇതിനകത്ത് എന്തെങ്കിലും വീഴ്ച പറ്റിയിട്ടുണ്ടെങ്കിൽ മനഃപൂർവ്വം ചെയ്തിട്ടുണ്ടാവുക. അതിനകത്ത് കൊളൂഷൻ ഉണ്ടോ മറ്റു കാര്യങ്ങൾ ആദ്യമായിട്ടാണ് ഇപ്പോൾ ബോർഡ് ഇതിനെപ്പറ്റി ചിന്തിക്കാൻ പോകുന്നത്. ഇതിനകത്ത് ഉള്ളിൽ തന്നെ ഇതുമായിട്ട് ഒരു കൊളൂഷൻ ഒത്തുകളി ഉണ്ടോ എന്നുള്ള കാര്യങ്ങൾ ഞങ്ങളുടെ വിജിലൻസ് അന്വേഷിക്കട്ടെ. ഇതുവരെ നമ്മളതിനെപ്പറ്റി അന്വേഷിച്ചിട്ടില്ല. ഇന്ന് ചർച്ച ചെയ്തിട്ട് ബോർഡ് ചർച്ച ചെയ്യട്ടെ ഈ വിഷയം. ഇപ്പോൾ എന്നിട്ട് മാത്രമേ പറയാൻ പറ്റുള്ളൂ. അത് ദൈവഹിതമാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഈശ്വരനാണ് നമ്മളെ കൊണ്ട് ഈ തീരുമാനങ്ങൾ എടുപ്പിക്കുന്നത്. വേണ്ട, ബോർഡ് വെളിയിൽ നിന്ന് വാങ്ങണ്ട എന്ന് വളരെ കണിശമായിട്ട് നമ്മളങ്ങ് തീരുമാനിക്കുകയാണ്. അതിൻ്റെ ചില പോരായ്മകളെല്ലാം പറയുകയും ചെയ്യും. ചിലപ്പോൾ ഷോർട്ടേജ് വരും, സാരമില്ല എന്നുള്ള മട്ടിലാണ് തീരുമാനം. ഇങ്ങനെ വരുമ്പോൾ ഒരു സംശയമുണ്ട്. അതായത് നമ്മൾ ഈ ഭക്തർ കൊണ്ടുവരുന്ന നെയ്യ് കൊണ്ട് മാത്രം അപ്പം അരവണയൊക്കെ ഉണ്ടാക്കാൻ കഴിയുമോ? അങ്ങനെയെങ്കിൽ അധികം വേണ്ടി വന്നാൽ വേണ്ടി വരില്ല. ആയിരക്കണക്കിന് ആളുകൾ ഭക്തിയോടുകൂടി കൊണ്ടുവരുന്ന നെയ്യെ കൂടുതൽ വിശ്വസിക്കാമെന്നാണ് എനിക്ക് തോന്നുന്നത്.